ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ ഒരു റൂമിൻ്റെ അകത്ത് മെയിനായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് വയറിങ് കാര്യങ്ങൾ, പൈപ്പ് അടിക്കുന്ന രീതി, അതുപോലെ തന്നെ കൊടുക്കേണ്ട സ്വിച്ച് ബോർഡുകൾ എവിടെയാണ്, എത്ര മെഷർമെൻറ്റിലാണ് കൊടുക്കുന്നത്, സർക്യൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഡി ബിയിൽ നിന്ന് ഏതൊക്കെ പൈപ്പുകളാണ് കൊണ്ടുവരേണ്ടത്, അത് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് ഹീറ്ററുള്ള ഓപ്ഷൻ ആണെങ്കിൽ ഹീറ്ററിൻ്റെ ഓപ്ഷൻ, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിലാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ പൈപ്പും കാര്യങ്ങളെല്ലാം അടിച്ചതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുക, ഇതാണ് മെയിനായിട്ട് നമ്മുടെ റൂമിൻ്റെ എൻട്രൻസ് വരുന്നത്. റൂമിൻ്റെ എൻട്രൻസ് വരുന്നത് ഈ റൂമിൻ്റെ എൻട്രൻസിലേക്ക് വരുന്ന സർക്യൂട്ട് നേരെ ഡി ബിയിൽ നിന്നും ഉണ്ടാകും. ഇത് അപ്പുറത്ത് പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഡി ബിയിൽ നിന്നും നേരെ വരുന്ന ഒരു ഇഞ്ച് പൈപ്പ് നേരെ ഈ ബോക്സിലേക്കാണ് വരുന്നത്. നമ്മുടെ മെയിൻ എൻട്രൻസ് ബോക്സിലേക്കാണ് വരുന്നത്. അതായത് 25 പൈപ്പ് വന്നതിന് ശേഷം ഒരു 8 മോഡ്യൂളിൻ്റെ ബോക്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 8 മോഡ്യൂളിൻ്റെ ബോക്സ് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് താഴെ നിന്ന് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ്, ഒരിക്കലും തുരുമ്പിടിക്കാത്ത ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് 4 പൈപ്പുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. 2 പൈപ്പ് നമ്മൾ രണ്ട് സെക്ഷനിലേക്കാണ് വിടുന്നത്. രണ്ട് സെക്ഷനായിട്ടാണ് പോകുന്നത്. 2 സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷൻ നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലേക്കും പോകുന്നുണ്ട്, ഒരു സെക്ഷൻ നമ്മുടെ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയിലേക്കും വരുന്നുണ്ട്. ഈ സൈഡാണ് നമ്മുടെ ബെഡ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ബെഡ് സ്വിച്ചിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 പൈപ്പാണ് ഒരു ഇഞ്ചും 3/4 ഇഞ്ചും വന്നതിന് ശേഷം ആ പോകുന്ന വഴിക്ക് നമുക്കൊരു ലൈറ്റ് പോയിൻ്റ് ഉണ്ട്. ആ ഭിത്തിയിൽ ലൈറ്റ് പോയിൻ്റ് ഉള്ളതുകൊണ്ട് ഒരു 4 PVC ബോക്സ് കൊടുത്തു. അവിടെ നിന്ന് നേരെ താഴേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട അവിടെ ഒരു എക്സ്ട്രാ പ്ലഗ് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ പ്ലഗ് കൊടുക്കുന്നുണ്ട്. അതായത് സിസ്റ്റം കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട്. അത് നമുക്ക് ആ 110 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് 2 സ്വിച്ചും 2 പ്ലഗും വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 110 സെൻറ്റിമീറ്ററിൽ ബോക്സ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു പൈപ്പ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സർക്യൂട്ട് പോകുന്ന പൈപ്പും അതുപോലെ 2 ഒക്കെ പോകുന്ന പൈപ്പിൻ്റെ ഏരിയയിലായിട്ട് നമ്മളൊരു 4 കൊടുത്തു. ആ 4 നമ്മുടെ അവിടുത്തെ ലൈറ്റ് പോയിൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ വൺ സൈഡ് ഒരു 3 പൈപ്പാണ് കയറിയിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വീണ്ടും 2 പൈപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് അവിടെ നിന്ന് വന്നിരിക്കുന്ന 3/4 ഇഞ്ചും 1 ഇഞ്ചും പൈപ്പ് നേരെ കൊണ്ടുവന്ന് നേരെ താഴേക്ക് ഇറക്കിയിരിക്കുന്നു. നേരെ താഴത്തെ നമ്മുടെ ബെഡ് സ്വിച്ച്. അതിനും പകരമായിട്ട് നമ്മുടെ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടോ, സീലിങ്ങിൽ കോൺക്രീറ്റിലിടുന്ന ബോക്സ് സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കോൺക്രീറ്റിലിടാവുന്ന ബോക്സാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ സീലിംഗ് ലൈറ്റ് കൊടുക്കാൻ വേണ്ടി കാണുന്ന വൈറ്റ് കണ്ടോ, അത് സീലിങ്ങിലിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് സീലിങ്ങിൻ്റെ പൈപ്പ് നമ്മൾ നേരെ താഴേക്ക് ഈ ബെഡ് സ്വിച്ചിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പൈപ്പ് വന്നു. പിന്നെ വരുന്ന ഒരു പൈപ്പ് എന്ന് വെച്ചാൽ എ സിയുടെ ഔട്ടാണ് വരുന്നത്. എ സി വെക്കുന്നത് ഇപ്പുറത്ത് ഭിത്തിയും ആയതുകൊണ്ട് എ സിയുടെ ഔട്ട് വരുന്ന പൈപ്പ്, അതായത് സെൻസൈഡ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, യൂണിറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ സമയത്ത് നമുക്ക് വയർ നമ്മൾ അപ്പുറത്തേക്ക് വലിച്ചിട്ടിരിക്കും. അപ്പോൾ ആ 1 ഇഞ്ച് പൈപ്പ് അവിടേക്ക് വന്ന സർക്യൂട്ട് നമ്മൾ എ സിയുടെ പൈപ്പ് അതും കൂടി നേരെ ടോട്ടൽ അങ്ങനെ 4 പൈപ്പ് നേരെ നമ്മുടെ ബെഡ് സ്വിച്ചിലേക്കാണ് ഇറക്കിയിരിക്കുന്നത്. കാരണം ബെഡ് സ്വിച്ചിലാണ് നമ്മൾ ഈ പറയുന്ന 2 കൺട്രോളിങ് എ സി കാര്യങ്ങളെല്ലാം വരുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു 8 മോഡ്യൂളിൻ്റെ ബോക്സും ഒരു 4 മോഡ്യൂളിൻ്റെ ബോക്സും ആണ് കൊടുത്തിരിക്കുന്നത്. 65 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. 65 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 2 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 2 സ്വിച്ച് വരും, ഒരു റെഗുലേറ്റർ വരും, പിന്നെ അതുപോലെ തന്നെ എ സിയുടെ സ്വിച്ച് വരും, മാസ്റ്ററുടെ സ്വിച്ച് വരും, ഒരു പ്ലഗ് സ്വിച്ച് വരും, പിന്നെ ഒരു ഫുൾ ലാമ്പും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മുകളിൽ സീലിംഗ് ലൈറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് എൻട്രൻസിൽ വേണമെങ്കിൽ എൻട്രൻസിൽ കൊടുക്കാം. അപ്പോൾ ഈ 4 പൈപ്പ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും കൺസീൽഡ് ആവുന്ന രീതിയിലാണ് നമ്മൾ വെട്ടി ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഓവറായിട്ട് താത്തണമെന്ന് ആവശ്യമില്ല, നമുക്ക് കറക്റ്റ് കൺസീൽഡ് ആവുന്ന രീതിയിൽ മാത്രം നമുക്ക് കൊടുത്താൽ മതി. ഇനി അവിടുത്തെ അടുത്ത സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 2 പറഞ്ഞു. ഈ സൈഡിലേക്ക് നമ്മൾ ഒരു 1 ഇഞ്ചും 3/4 ഇഞ്ചുമാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ 1 ഇഞ്ചും 3/4 ഇഞ്ചും വീണ്ടും നമ്മൾ അപ്പുറത്തെ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ സർക്യൂട്ട് പോകുന്ന ഏരിയകളിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഒരു പൈപ്പ് മാത്രമായിട്ട് നിർത്തരുത്. നമ്മളിപ്പോൾ ഈ ചെയ്ത പോലെ ഒരു 4 PVC കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് പിടിപ്പിക്കുന്ന സമയത്ത് ഡ്രിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഒഴിവാക്കാനുള്ള ശ്രമമാണ്. പിന്നെ അതുപോലെ തന്നെ 2 പൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡിലേക്ക് പോയി. ഇനി ഇപ്പുറത്തെ സൈഡിലേക്കാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഏരിയ ആയതുകൊണ്ട് ഈ ബാത്റൂമിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ 2 പൈപ്പാണ് കൊണ്ടുപോകുന്നത്. അത് ഒരു 1 ഇഞ്ചും ഒരു 3/4 ഇഞ്ചും കൊടുത്തിരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് 2 3/4 ഇഞ്ചായിട്ട് ആയാലും കുഴപ്പമില്ല. അത് ഒരു 1 ഇഞ്ച് 3/4 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ നേരെ ഫാനിൻ്റെ സീലിംഗ് ഉണ്ട്. ഫാനിൻ്റെ സീലിംഗ് അതിലേക്ക് പിടിച്ച് അതിലേക്കാണ് ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത്. കാരണം 4 ഫാനിൻ്റെ സീലിംഗ് പിന്നെ മുകളിലുള്ള സീലിംഗ് ലൈറ്റിന് 2 സെക്ഷനായിട്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഏതെങ്കിലും ഒരു ഫാനിൻ്റെ സെക്ഷൻ നമുക്ക് മുകളിലത്തെ സീലിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ബോക്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ നേരെ പറഞ്ഞ പോലെ തന്നെ ആ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡിൽ നിന്ന് നേരെ വരുന്നത്
നമ്മളൊരു 4 ബോക്സ്, അതായത് ഈ സൈഡിൽ ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് പോയിൻ്റ് വരുന്നുണ്ട്. ആ ലൈറ്റ് പോയിൻ്റ് നമ്മളൊരു ലൈറ്റ് പോയിൻറ്റും പിന്നെ അതുപോലെ തന്നെ ജംഗ്ഷനും ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ സൈഡിലെ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നു. അവിടെ നിന്ന് നേരെ 1 ഇഞ്ച് അവിടേക്കാണ് വന്നത്. സർക്യൂട്ട് അവിടേക്ക് വന്നതിന് ശേഷം നേരെ അവിടെ നിന്ന് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അപ്പുറത്തേക്ക് തുളഞ്ഞ് ബാത്റൂമിൻ്റെ അകത്ത് ഒരു എൻട്രൻസ്, ബാത്റൂമിൻ്റെ ലൈറ്റും വരുന്നുണ്ട്. കണ്ടോ, നേരെ ഓപ്പോസിറ്റ് വാളിലാണ് ലൈറ്റ് വരുന്നത്. ഈ ഭിത്തിയിൽ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ കണ്ട ഓപ്പോസിറ്റ് വാളിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ നേരെ അപ്പുറത്ത് വരുന്നത് AC സെക്ഷനാണ് വരുന്നത്. ആ 4 PVC ബോക്സ് അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും നമ്മളൊരു 3/4 ഇഞ്ച് പൈപ്പ് എടുത്തതിന് ശേഷം ബാത്റൂമിൻ്റെ എൻട്രൻസിൻ്റെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഒരു 3/4 ഇഞ്ച് പൈപ്പ് പോയിട്ട് നേരെ വന്ന് ബാത്റൂമിൻ്റെ കണ്ടോ ഒരു പൈപ്പ് നീണ്ടു നിൽക്കണം കാണാൻ സാധിക്കും. കണ്ടോ, അതായത് നമുക്ക് പുറത്തു നിന്ന് ബാത്റൂമിൻ്റെ പുറത്തു നിന്ന് നമുക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് തെളിയാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൻ്റെ സ്വിച്ച് വരുന്നത് ഈ 2 മോഡുകളിലാണ് വരുന്നത്. അപ്പോൾ ആ 4 നിന്നും ഒരു പൈപ്പ് നേരെ നമ്മൾ ഇതിലേക്ക് ഇറക്കി അതിൽ നിന്ന് നേരെ താഴേക്ക് നമ്മുടെ ഫുഡ് ലാമ്പിന് വേണ്ടി കൊടുത്തു. അതിൽ നിന്നും നേരെ ഒരു പൈപ്പ് എടുത്ത് നമ്മുടെ ബാത്റൂമിൻ്റെ മെയിൻ ഹീറ്റർ കാര്യങ്ങളൊക്കെ പോകുന്ന ഏരിയയിലേക്ക് കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഫുഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. 2 മോഡുകളുടെ ഫുഡ് ലാമ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 മോഡുകളുടെ ഫുഡ് ലാമ്പാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് മുകളിൽ 130 സെൻറ്റിമീറ്ററിലാണ് നമ്മുടെ ബാത്റൂമിൻ്റെ എൻട്രൻസിൻ്റെ ബോക്സ് വെച്ചിരിക്കുന്നത്. അത് 2 മോഡുകളുടെയാണ് വെച്ചിരിക്കുന്നത്. ഒരു ലൈറ്റും വേണമെങ്കിൽ കൊടുക്കാം, ഇനി എക്സോസ്റ്റ് വേണമെങ്കിൽ അവിടെ കൊടുക്കാം, അതല്ലെങ്കിൽ എക്സോസ്റ്റ് നമുക്ക് അകത്ത് കൊടുക്കാം. അതിൽ നിന്ന് നേരെ വരുന്ന പൈപ്പ് നമ്മളിവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മളൊരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഏരിയയിലാണ് വാഷ് ബേസിൻ വരുന്നത്. കയറി വരുന്ന ആ ഏരിയയിൽ വാഷ് ബേസിൻ, പിന്നെ ക്ലോസറ്റിൻ്റെ ഏരിയ, അങ്ങേയറ്റത്തേക്കാണ് കുളിക്കുന്ന ഏരിയ പോകുന്നത്. ആ കുളിക്കുന്ന ഏരിയയിലേക്കാണ് നമ്മൾ ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു 2 മോഡുകളുടെ ബോക്സ് വെച്ച് അതിൽ നിന്ന് നേരെ വെട്ടി നമ്മുടെ എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഹീറ്റർ വരുന്നത്. ആ ഹീറ്ററിൻ്റെ പൈപ്പ് നേരെ വന്നതിന് ശേഷം നമ്മളിവിടെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന വാഷ് ബേസിൻ്റെ തൊട്ടടുത്ത്, വാഷ് ബേസിൻ ഇപ്പുറത്ത് ഭിത്തിയുമാണ് വരുന്നത്, അതിനോട് ചേർന്ന് വരുന്ന 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ അവിടെ നിന്ന് ഒരടി മാറ്റിയതിന് ശേഷം നമ്മളൊരു 6 ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് വാഷ് ബേസും വരുന്നത്. അപ്പോൾ ഒരടി നീക്കി, ഒരടി എന്ന് വെച്ചാൽ 30 സെൻറ്റിമീറ്റർ നീക്കി നമ്മൾ ഒരു മിറർ ലാമ്പ്, അതായത് വാഷ് ബേസിൻ്റെ മുകളിൽ വരുന്ന ലൈറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ഈ ബോക്സിലേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിൽ മെയിനായിട്ട് വരുന്നത് മിറർ ലാമ്പ് വരും, പിന്നെ അതുപോലെ തന്നെ എക്സോസ്റ്റ് വരും, അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ സ്വിച്ച് വരും, പിന്നെ ഒരു പ്ലഗും സ്വിച്ചും വരുന്നത്. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. എക്സോസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് കൊടുക്കണമെങ്കിൽ പുറത്ത് കൊടുക്കാം, ഇനി അകത്ത് വേണമെങ്കിൽ അകത്തും കൊടുക്കുക. ഏതാണ് നിങ്ങൾക്ക് ഉചിതം എന്ന് വെച്ചാൽ ആ രീതിയിൽ കൊടുക്കാൻ സാധിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോക്സ് നമ്മൾ വാഷ് ബേസിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, കാരണം നനയുന്ന ഏരിയ അല്ല, കുളിക്കുന്ന ഏരിയ അങ്ങേ അറ്റത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ഒരു ഏരിയയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വാഷ് ബേസിൻ, പിന്നെ സെൻറ്ററിൽ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ, അങ്ങേ അറ്റത്തേക്ക് നമ്മുടെ കുളിക്കുന്ന ഏരിയ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വാഷ് ബേസിൻ്റെ ഏരിയയിലേക്ക് നനവ് വരുന്ന ഒരു ഏരിയ അല്ലാതാനും. ഓക്കെ ഫ്രണ്ട്സ്, കുറച്ച് നീണ്ടുപോയി എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു റൂം അറ്റാച്ച് ചെയ്ത് വരുന്നത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ, പൈപ്പിംഗ് കാര്യങ്ങൾ, ഏതൊക്കെ പൈപ്പുകൾ അടിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, അല്ലെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.